വീണ്ടും സ്നേഹപൂർവ്വം ഫാമിലിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ യൂട്യൂബിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ വചനത്തെ എത്തിക്കുക. സ്വർഗ്ഗത്തിലെ വചനമായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ വരാം. പ്രതിസന്ധികളും ഭയങ്ങളും നമ്മെ തളർത്താൻ ശ്രമിക്കുക. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവം നമ്മുടെ അഭയവും ശക്തിയുമാകുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ നാം കേൾക്കുവാൻ പോകുന്ന ഗാനം, നാം ശ്രമിക്കുവാൻ പോകുന്ന വചനം നമ്മുടെ ജീവിതത്തെ അത് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും പ്രതിസന്ധികളിൽ പതറാതെ തളരാതെ നിൽക്കുവാൻ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുവാൻ ഇടയാണ്. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ അസാധാരണമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രമിച്ചാൽ ഹല്ലേലൂയ. അഭയം പ്രതിസന്ധിയിൽ എന്റെ ശക്തി, കർത്താവേ നീയാണ് എന്റെ ഭയം പ്രതിസന്ധിയിൽ എന്റെ ശക്തി. ഇരുണ്ട വഴികളിൽ ഞാൻ നടന്നാലും നിന്റെ വെളിച്ചം എന്നെ നയിക്കും. ഭയങ്ങൾ ചുറ്റും വന്നാലും സാധാനം എന്നെ താങ്ങും. കണ്ണീർ നിറഞ്ഞ രാത്രികളിൽ നിന്റെ സ്നേഹം എന്നെ ചേർക്കും. തളർന്ന ഹൃദയം നീ ഉയർത്തും, നിരാശയിൽ പ്രത്യാശ തരുന്നു. നിന്റെ വചനം എന്റെ ദീപം, നിന്റെ സാന്നിധ്യം എന്റെ വഴി. നിന്റെ ജീവിതം നിന്റെ കല്ലും, എന്നേക്കും ഞാൻ നിന്നെ സ്തുതിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ യേശുവിനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, കൂടെപ്പുറത്തെ അഭിഷിക്തന്മാരെ, ഇപ്പോൾ ഈ ലൈവിൽ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം ആമേൻ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ ലൈവ് കാണുന്ന ആമേൻ അത് ചിലർ സാധാരണയായി വന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ആമേൻ നിറഞ്ഞ ചോദ്യങ്ങളോടെ ആമേൻ ഈ ലൈവിലേക്ക് അത് വന്നിരിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ വഴി ഇനി എവിടെയാണ്? ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം നമ്മോട് ഒരു വലിയ സത്യം പറയുന്നു. ദൈവം നമ്മുടെ ആമേൻ സംഗീതവും കോട്ടയും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അഭയവും ശക്തിയും ആമേൻ പ്രതിസന്ധികളിൽ വളരെ അടുത്തുള്ള സഹായകരമാവുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ആമേൻ പ്രത്യാശ കണ്ടെത്തുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവശക്തിയെ നാം ഒരുമിച്ച് പ്രാപിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആമേൻ. ഈ ലൈവിൽ ചിലരുടെ ഹൃദയങ്ങളിൽ സമാധാനം ആമേൻ വെളിപ്പെടുവാൻ പോകുകയാണ്. ചിലരുടെ ഭയങ്ങൾ മാറുവാൻ പോകുകയാണ്.
ചിലരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ ഉദിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഇപ്പോൾ ഹല്ലേലൂയ ആമേൻ അതെ എല്ലാ കണ്ണുകളും അടച്ച് ഹല്ലേലൂയ ഹൃദയം ഏകാഗ്രതമാക്കി ഹല്ലേലൂയ ആമേൻ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണ് ആമേൻ ഈ ലൈവ് കാണുന്നത് എന്ന് കമന്റിൽ എഴുതൂ. ഹല്ലേലൂയ. പ്രാർത്ഥന വേണമെങ്കിൽ അതേ പ്രയർ എന്ന് എഴുതൂ. ഹല്ലേലൂയ. ഈ ലൈവ് മറ്റുള്ളവർക്ക് എത്താൻ ഷെയർ ചെയ്യൂ. കാരണം ഒരുപക്ഷെ ഈ ലൈവ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഒരു സുഹൃത്തിനും ആവശ്യമാകാം. ഹല്ലേലൂയ. ഇപ്പോൾ നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആമേൻ അടച്ചു ചെല്ലാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവ്, ഇന്ന് ഈ ലൈവിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അവരുടെ ജീവിതവും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനകളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം പറയുന്നല്ലോ, എല്ലാ ഭാരങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. ഹല്ലേലൂയ. അവിടുന്ന് ആമേൻ ഞങ്ങളെ കുറിച്ച് അതേ വിചാരിക്കുന്നതിനാൽ, അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനാൽ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആമേൻ. ഹൃദയത്തിൽ വലിയ ഭാരങ്ങളുമായി അവിടുത്തെ അടുക്കലേക്ക് വന്നിരിക്കുന്ന ആമേൻ ഓരോ ജീവിതങ്ങളുടെയും ആമേൻ അവരുടെ ഹൃദയത്തിലെ ആമേൻ നിരാശകളെയും ഹല്ലേലൂയ കർത്താവേ, അവരുടെ ജീവിതത്തിലെ ആമേൻ ഭയത്തെയും അവിടുന്ന് മാറ്റണമേ. ചിലരുടെ നിരാശകളെ ആമേൻ ചിലരുടെ ഭയത്തെ ആമേൻ ഇന്ന് രാത്രി എടുത്തു മാറ്റണമേ. ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ ആമേൻ അതേ വഴിമുട്ടിയവരെ പോലെ നിൽക്കുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവം അതേ രൂപാന്തരപ്പെടുത്തണമേ. അവർക്കായി വഴികളെ തുറക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. അവിടുന്ന് തന്നെയാണ് അതേ സങ്കേതവും കോട്ടയും എന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ വളരെ അടുത്തുള്ള സഹായവും അവിടുന്നാണെന്ന് മനസ്സിലാക്കി ചുവടുകളെ പിൻപറ്റുവാൻ, കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഇന്ന് രാത്രി സ്വർഗ്ഗമിടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ പങ്കാളികളാകുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ പകരണമേ കർത്താവേ. ഭയത്തോടെ നിൽക്കുന്നവർക്ക് സമാധാനം നൽകണമേ. വഴി കാണാത്തവർക്ക് അവിടുത്തെ വെളിച്ചം തെളിയണമേ കർത്താവേ. ഈ കാലഘട്ടത്തിൽ പലരും അതേ പുറത്ത് ചിരിച്ചുകൊണ്ട് അതേ ജീവിക്കുമ്പോഴും അകത്ത് തളർന്നിരിക്കുന്നവരാണ്. അത്തരം ഹൃദയങ്ങളെ ഇന്ന് രാത്രി അവിടുത്തെ വചനം സ്പർശിക്കട്ടെ കർത്താവേ. അവിടുത്തെ വചനം ജീവനും ശക്തിയുമുള്ളതാണല്ലോ. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടുത്തെ വചനത്തിന്റെ വെളിച്ചം തെളിയട്ടെ ഈ സമയം. ഹല്ലേലൂയ കർത്താവേ, അവിടുന്ന് സംസാരിക്കണമേ. ആമേൻ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകണം, പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. ആമേൻ. സകല ആമേൻ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകണം. ഹല്ലേലൂയ. അങ്ങയുടെ പുണ്യനാമം എല്ലാ നിലയിലും മഹിമപ്പെടുവാൻ സ്വർഗ്ഗമിടയാകണം. ആദ്യത്തെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തിയിൽ ജനത്തെ അവിടുന്ന് മുഖത്തമെല്ലാം അവിടുത്തെ കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ള ദൈവജനം ഇരു കരങ്ങൾ ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഇന്ന് രാത്രിയിലും വിശ്വസ്തനെന്ന് എന്നെയും കുടുംബത്തെയും നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവവചനം പങ്കിടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 46:1 ഇന്ന് രാത്രി പ്രാരംഭവാക്യമായി വായിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും.
ഹല്ലേലൂയ. അതേ വചനത്തിൽ നാം വായിക്കുന്നു, ആമേൻ, അതേ ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, ദൈവം നമ്മുടെ കോട്ടയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അഭയവും അതേ ശക്തിയും പ്രതിസന്ധികളിൽ വളരെ അടുത്തുള്ള സഹായവുമാകുന്നു. ഹല്ലേലൂയ. ഇത് ആമേൻ ഒരു സങ്കീർത്തനക്കാരന്റെ വെറും വാക്കുകൾ മാത്രമല്ല, ആമേൻ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വന്ന ഒരു അനുഭവ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. കാരണം ആമേൻ മനുഷ്യന്റെ ജീവിതം എപ്പോഴും അതേ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആമേൻ ഒരു യാത്രയല്ല. ആമേൻ ചില സമയങ്ങളിൽ എല്ലാം നന്നായി പോകുന്നു പോലെ തോന്നാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലർക്കും അങ്ങനെ തോന്നും. ഹല്ലേലൂയ. പക്ഷേ ചില സമയങ്ങളിൽ പ്രതിസന്ധികൾ ഒരുമിച്ചെത്തും. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് നമ്മൾ ആമേൻ കൂടുതൽ കാണുന്നത്. ആമേൻ മനുഷ്യർക്ക് പുറത്ത് ആമേൻ അതേ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് തോന്നും. ഹല്ലേലൂയ. ആമേൻ സൗകര്യങ്ങളുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്, ബന്ധപ്പെടാൻ വഴികളുണ്ട്. എന്നാൽ അകത്ത് പല ഹൃദയങ്ങളും ഭയത്തോടും ആമേൻ സമ്മർദ്ദത്തോടും കൂടെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അത്തരം സമയങ്ങളിലാണ് മനുഷ്യൻ പലതിലും ആശ്രയം തേടുന്നത്. ആമേൻ. മനുഷ്യരിൽ ആമേൻ അതേ ആശ്രയിക്കുന്നവരുണ്ട്, അതെ പണത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, ആമേൻ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവരുണ്ട്. പക്ഷേ ജീവിതം നമ്മെ ഒരു സത്യത്തിലേക്കാണ് അതേ കൊണ്ടുവരുന്നത്. ആമേൻ. ഇവയെല്ലാം ചില പരിധി വരെ മാത്രമേ ആമേൻ നമ്മെ സഹായിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതിനുശേഷം മനുഷ്യൻ തിരിച്ചറിയുന്ന ആമേൻ ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. എന്താണ് സത്യം? ദൈവം മാത്രമാണ് യഥാർത്ഥ അഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില മനുഷ്യർ ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ ആമേൻ നമ്മെ സാമ്പത്തികമായി സഹായിച്ചെന്ന് വരും, നമ്മളെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചെന്ന് വരും. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകി തന്നെന്ന് വരും. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഒരു പരിധി മാത്രമേ അവർക്ക് സഹായിക്കുവാൻ കഴിയൂ. ഹല്ലേലൂയ. അതിനുശേഷം ആമേൻ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സത്യം എന്താണ്? ആമേൻ ദൈവം മാത്രമാണ് യഥാർത്ഥ സഹായകൻ, യഥാർത്ഥ അഭയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹല്ലേലൂയ, പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ ദൈവം ദൂരെയല്ല, ആമേൻ അവൻ വളരെ അടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവൻ വളരെ അടുത്തുള്ള സഹായമാണ്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല. ആമേൻ. നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മെ താങ്ങുവാൻ ഒരുവനുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ അതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് ഓർപ്പിക്കുന്നത് ആമേൻ ഇതാണ്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും ആമേൻ നമ്മൾ ആമേൻ അഭയം കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ആമേൻ അത് ദൈവത്തിന്റെ ആമേൻ സാന്നിധ്യമാണ്. ആ ആമേൻ അഭയത്തിൽ എത്തുന്നവർ ഭയത്തോടെയല്ല പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ പഠിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ ചില പ്രതിസന്ധികളുടെ മുമ്പിലായിരിക്കുന്നു, ചില പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്നു. എന്നാൽ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരായിട്ടല്ല, തളർന്നു പോകുന്നവരായിട്ടല്ല, ആമേൻ അതിനെ മറികടക്കുവാൻ ഭക്തനെ ശക്തീകരിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആമേൻ അവന്റെ മുഖത്തേക്ക് നോക്കി കാൽച്ചുവടുകളെ മുൻപോട്ട് വെക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിൽ ആമേൻ നമുക്ക് ആമേൻ അതേ കാണുവാൻ കഴിയുന്ന മറ്റൊരു വചനം സങ്കീർത്തനം 119 ആമേൻ അതേ 105 വാക്യമാണ്. ഹല്ലേലൂയ. വായിച്ചാലും നിന്റെ വചനം എന്റെ കാലിന് ദീപവും, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. നിന്റെ വചനം നാം വചനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണല്ലോ, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിൽ ആമേൻ വളരെ ആമേൻ ആഴമുള്ള സത്യം ആമേൻ അതേ പരിശുദ്ധാത്മാവ് അതേ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഒരു മനുഷ്യൻ ഇരുട്ടുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ
ആമേൻ ഹല്ലേലൂയ അവൻ വലിയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അതേ വെളിച്ചം വേണ്ടതില്ല. ഒരു ചെറിയ ദീപം ആമേൻ ചെറിയ ഒരു വെളിച്ചം പോലും ഉണ്ടെങ്കിൽ അവൻ അവിടുത്തെ ആമേൻ അതേ ആ വഴി വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ആമേൻ ചുവട് എവിടെ വെക്കണമെന്ന് കാണുവാൻ കഴിയും. അതാണ് ഈ വചനത്തിന്റെ ആത്മീയ അർത്ഥം. ആമേൻ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മുഴുവൻ ആമേൻ ഹല്ലേലൂയ അതേ ഭാവിയും ഒരുമിച്ച് അറിയുവാൻ ശ്രമിക്കും. ആമേൻ നാളെയെ കുറിച്ച്, മക്കളുടെ നാളെയെ കുറിച്ച്, ആമേൻ അതേ നമ്മുടെ ഭാവിയെ കുറിച്ച് ആമേൻ ഒരുമിച്ച് അറിയുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ എന്റെ ജീവിതം എങ്ങനെയായിരിക്കും, ആമേൻ നാളെ എന്ത് സംഭവിക്കും, ആമേൻ ഈ പ്രശ്നം എങ്ങനെ തീരും. പക്ഷേ ദൈവം ആമേൻ പലപ്പോഴും ആമേൻ മുഴുവൻ വഴി ഒരുമിച്ച് കാണിക്കാറില്ല. അവൻ അടുത്ത ചുവടിനുള്ള വെളിച്ചം നൽകുന്നു. ആമേൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അതേ മനുഷ്യർക്ക് അറിവും വിവരവും വളരെ കൂടുതലാണ്. ആമേൻ ഫോൺ തുറന്നാൽ ലോകം മുഴുവൻ കാണാം. ഹല്ലേലൂയ. പക്ഷേ അത്രയും വിവരങ്ങൾ ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ ദിശയെ കുറിച്ച് പലർക്കും വ്യക്തതയില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നമ്മുടെ പാതയെ നയിക്കുന്ന യഥാർത്ഥ വെളിച്ചം ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതേ ദൈവവചനം ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തകൾ മാറുന്നു. ആമേൻ നിരാശ ഉണ്ടായിരുന്നിടത്ത് പ്രത്യാശ കടന്നു വരും. ഹല്ലേലൂയ. ഭയം ഉണ്ടായിരുന്നിടത്ത് വിശ്വാസം വളരുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ്. ജീവിതത്തിന്റെ വഴികൾ ഇരുണ്ടതായി തോന്നുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആമേൻ അതേ വെളിച്ചം അന്വേഷിക്കേണ്ട സ്ഥലം ദൈവവചനത്തിലാണ്. കാരണം ദൈവവചനം ഹൃദയത്തിൽ ഹല്ലേലൂയ തെളിയുമ്പോൾ വഴി മുട്ടിയ ജീവിതവും ആമേൻ ദിശ കണ്ടെത്തുവാനായി തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളായിരിക്കുന്ന ചില ജീവിതങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ആമേൻ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. വായിച്ചാൽ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട്, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഈ വചനം ഒരു വലിയ ആത്മീയ ആശ്വാസമാണ് ആമേൻ ജീവിതങ്ങൾക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വികാരമുണ്ട്. ആമേൻ. ആ വികാരം എന്ന് പറയുന്നത് ഭയമാണ്. ഹല്ലേലൂയ. അതെ, ഭാവിയെ കുറിച്ചുള്ള ഭയം. ആമേൻ. കുടുംബത്തെ കുറിച്ചുള്ള ഭയം. ആമേൻ. ആരോഗ്യത്തെ കുറിച്ചുള്ള ഭയം. ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആമേൻ പുറത്ത് ലോകം വളരെ മുന്നേറിയതായി തോന്നുന്നുവെങ്കിലും അകത്ത് മനുഷ്യ ഹൃദയങ്ങൾ പലപ്പോഴും ഭയത്തോടെയാണ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ജീവിക്കുന്നത്. അത്തരം സമയങ്ങളിലാണ് ദൈവത്തിന്റെ വചനം വളരെ സ്നേഹത്തോടെ നമ്മോട് പറയുന്നത്, അതെ, ഭയപ്പെടേണ്ട, കാരണം ദൈവം നമ്മുടെ ആമേൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ, പ്രശ്നങ്ങൾ വരില്ല എന്ന വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ അവൻ പറയുന്നത് ഇതാണ്: പ്രശ്നങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല. ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ആമേൻ ശക്തി അവിടെയാണ്. മനുഷ്യർ ചിലപ്പോൾ നമ്മെ സഹായിക്കാം, പക്ഷേ എല്ലായ്പ്പോഴും നമ്മോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയുകയില്ല. ആമേൻ. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടുള്ള ദിവസങ്ങളിലും കണ്ണുനീർ നിറഞ്ഞ രാത്രികളിലും അതേ മനുഷ്യൻ നമ്മെ മനസ്സിലാക്കാത്ത സമയങ്ങളിലും ആമേൻ ദൈവം നമ്മോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തിലൂടെ ദൈവം ഇന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും ഭയത്തിൽ അടിയറവ് പറയേണ്ടതില്ല. കാരണം ദൈവം കൂടെയുണ്ടെങ്കിൽ അതേ മനുഷ്യൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അവിടെയും പ്രത്യാശയുടെ ആമേൻ അതേ ഒരു ആമേൻ നാളം തെളിയുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ചില ജീവിതങ്ങൾക്ക് പ്രത്യാശ ഉളവാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ, നിന്റെ
നിന്റെ ആമേൻ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നിന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ആമേൻ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനാൽ രചിച്ചതായ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ ആമേൻ. അതെ ഹല്ലേലൂയ. പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ ജീവിതത്തെ നയിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ആമേൻ. സാധാരണയായി ആമേൻ മനുഷ്യൻ സ്വന്തം ബുദ്ധിയിലും ആമേൻ അനുഭവത്തിലും ആമേൻ സ്വന്തം വഴികളിലും ആണ് ആശ്രയിക്കുവാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ദൈവം ആമേൻ തന്ന ബുദ്ധിയും വിവേകവും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അതിരുകളുണ്ട്. ആമേൻ. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് പോലും ആമേൻ നമ്മൾക്ക് മനസ്സിലാകാതെ പോകും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവരവും അറിവും വളരെ കൂടുതലാണ്. പക്ഷേ അതിനൊപ്പം ആമേൻ അവയിലുമില്ലാത്ത ആശയക്കുഴപ്പവും ഹല്ലേലൂയ മനസ്സിലെ സമ്മർദ്ദവും കൂടി വർദ്ധിച്ചിരിക്കുന്നു. ആമേൻ. എന്ത് വഴിയാണ് ശരി? എന്ത് തീരുമാനമെടുക്കണം? എവിടേക്കാണ് ജീവിതം പോകുന്നത്? ഇത്തരം ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളികളായിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അത്തരം സമയങ്ങളിലാണ് ദൈവവചനം നമ്മെ ഒരു വഴി പഠിപ്പിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നല്ല. അതിന്റെ അർത്ഥം ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കാണാത്തതും നമ്മൾ അറിയാത്തതും ദൈവം അറിയുന്നു എന്ന വിശ്വാസം ഈ വചനത്തിന്റെ വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ അംഗീകരിച്ച അവനിൽ ആശ്രയിച്ചാൽ അവൻ നമ്മുടെ പാതകളെ നേരെയാക്കും. അതായത് വഴി അടഞ്ഞു പോയതായി തോന്നിയെടുത്തും ദൈവം പുതിയ വഴികൾ തുറക്കുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ്. സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കാതെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ജീവിതത്തിന്റെ വഴി ദൈവം തന്നെ തുറക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ആമേൻ. ചില പ്രതിസന്ധികൾ ആമേൻ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതേ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ ആലോചന പ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം പലർക്കും വളരെ പരിചിതമാണ്. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ ഈ വചനത്തിന്റെ ആഴം നമുക്ക് ആമേൻ അത് കൂടുതൽ മനസ്സിലാകും. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഉടനെ മനസ്സിലാകണമെന്നില്ല. ഹല്ലേലൂയ. പ്രതീക്ഷിച്ച വഴികളടയാം. നമ്മൾ ആശ്രയിച്ചിരുന്ന കാര്യങ്ങൾ തകർന്നു പോകാം. ജീവിതം മുഴുവൻ മാറിയതുപോലെ തോന്നാം. പക്ഷേ ദൈവവചനം നമ്മോട് പറയുന്ന ഒരു വലിയ സത്യം ഇതാണ്. ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആമേൻ വെറുതെ വിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പോൾ പ്രശ്നമായി തോന്നുന്ന ചില കാര്യങ്ങൾ
ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു വലിയ മാറ്റത്തിനുള്ള അതേ തയ്യാറെടുപ്പായിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ആമേൻ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കും നിരാശകൾക്കും ഇടയിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ ഒരു പ്രതിസന്ധിയും അന്തിമമല്ല. കാരണം ദൈവം പലപ്പോഴും പ്രതിസന്ധികളെ പോലും നന്മയിലേക്ക് തിരിക്കുന്നവനാണ്. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന, നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷണ, നിങ്ങൾ സഹിക്കുന്ന കഷ്ടത, ഇവയെല്ലാം ഒരു ദിവസം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സാക്ഷിയായി മാറുവാനിടയാകും. അതുകൊണ്ട് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് ഓർപ്പിക്കുന്നത് ഇതാണ്. ഇന്നൊരു പ്രശ്നമായി തോന്നുന്ന കാര്യവും നാളെ ഒരിക്കൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള ഒരു ശക്തമായ സാക്ഷിയായി മാറുവാൻ ഇടയാകും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് പ്രതിസന്ധി ആയാലും ഹല്ലേലൂയ, ആമേൻ, പ്രതിസന്ധിയിലായാലും പ്രത്യാശ കൈവിടേണ്ടതില്ല. ദൈവം അതിനെ പോലും നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. ഇന്ന് രാത്രി ഈ ഏറ്റെടുക്കുന്നവർ ആമേൻ ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവവചനത്തിൽ പലയിടങ്ങളിലും ആമേൻ നാം കാണുന്നതാണ്. ദൈവം തന്റെ ജനങ്ങളെ നിരാശയിൽ വിട്ടുകളയുന്നവരല്ല. അവൻ സമയമായപ്പോൾ പുതിയ തുടക്കങ്ങൾ നൽകുന്നവനാണ്. ഇന്ന് ഈ ലൈവ് കാണുന്ന ചിലരുടെ ജീവിതത്തിലും ദൈവം ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ എന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ എത്ര പേർ വിശ്വാസത്തോടെ അത് സ്വീകരിക്കും? ഹല്ലേലൂയ. ദൈവം ഇന്ന് ചിലരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ദീർഘകാലമായി നീണ്ടു നിന്നിരുന്ന നിരാശയുടെ സമയം അവസാനിച്ച പ്രത്യാശയുടെ ഒരു കാലം ആമേൻ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ഏറെ നാളായി കരഞ്ഞുകൊണ്ടിരുന്ന ഹൃദയങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകുന്ന രാത്രിയാണ്. മനുഷ്യർ അടഞ്ഞതായി കരുതിയ ചില വാതിലുകൾ ദൈവം തന്റെ സമയത്തിൽ തുറക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അതേ ഭയം ദൈവം സമാധാനമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അതേ പ്രശ്നങ്ങളാൽ അലഞ്ഞിരുന്ന ചില കുടുംബങ്ങളിൽ വീണ്ടും സമാധാനവും ഐക്യവും അതേ ഉണ്ടാകുവാൻ ഇടയാകും. ഹല്ലേലൂയ. രോഗത്തോട് പോരാടുന്നവർക്കായി ദൈവത്തിന്റെ കരുണയും ശക്തിയും വെളിപ്പെടുന്ന രാത്രിയായി മാറുകയാണ്. ഹല്ലേലൂയ. വഴിതെറ്റി നടന്നു പോകുന്ന ചില മക്കൾ ദൈവത്തിന്റെ കൃപയാൽ തിരികെ വരുവാൻ ഇടയാകും. ഹല്ലേലൂയ. സാമ്പത്തികമായി അതേ കഷ്ടപ്പെടുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുവാൻ ആമേൻ ദൈവം വഴി ഒരുക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിച്ചം ചിലരുടെ ഇരുണ്ട ജീവിത പാതകളിൽ തെളിയുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏറെ നാളുകളായി നീണ്ടുനിന്ന ഇരുട്ടിന്റെ സമയം അവസാനിച്ച ഒരു പുതിയ കാലം തുടങ്ങുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ലെന്ന് കരുതേണ്ട, അവൻ അറിയുന്നവനാണ്. അതേ പ്രത്യാശയുടെ ഒരു പുതിയ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ നാളെ ഒരിക്കൽ ഒരു ശക്തമായ സാക്ഷിയായി മാറും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല, അവൻ നിങ്ങളെ മറന്നിട്ടില്ല. ആമേൻ. നിങ്ങളുടെ കണ്ണുനീർ വെറുതെ അല്ല, ദൈവം അത് കാണുന്നവനാണ്. നിങ്ങൾ പോരാടുന്ന അവസ്ഥ ദൈവം അറിയുന്നവനാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ സമയത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുള്ളവനാണ്. ആമേൻ. നിങ്ങൾ ഇപ്പോൾ തളർന്നിരിക്കാമെങ്കിലും വീണ്ടും എഴുന്നേൽക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന രാത്രി ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും പ്രകടമാകട്ടെ. പ്രിയരെ, ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം, ഈ പ്രഖ്യാപനങ്ങൾ മനുഷ്യന്റെ വാക്കുകൾ മാത്രമല്ല, ദൈവത്തിന്റെ കരുണയും പ്രത്യാശയും ഓർപ്പിക്കുന്ന അതേ വചനങ്ങളുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുന്നവർ നിരാശയോടെയല്ല, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മുന്നോട്ട് നടക്കുവാൻ ഇടയാകട്ടെ. അതിനായി ഇന്ന് രാത്രി സ്വർഗം ചിലരെ അഭിഷേകം ചെയ്യുകയാണ്, ദൈവം ചിലരെ ശക്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാൽ ദൈവസന്നിധിയിൽ
പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ ലൈവിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ എല്ലാവരും അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ ഏൽപ്പിക്കും. കർത്താവേ, ജീവിതത്തിന്റെ ഭാരങ്ങൾ കാരണം തളർന്നിരിക്കുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണം. പ്രശ്നങ്ങളുടെ നടുവിൽ വഴി കാണാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ നീ അവരുടെ പാതയിൽ വെളിച്ചമായി വരണം. ഭയവും ആശങ്കയും കൊണ്ട് ആമേൻ മനസ്സ് അലഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അവിടുത്തെ സമാധാനം നൽകണം. കണ്ണുനീർ നിറഞ്ഞ ഹൃദയങ്ങളുമായി ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്നവർ, ഈ ലൈവിൽ പങ്കാളികളായിരിക്കുന്നവർ ആശ്വാസവും ധൈര്യവും പ്രാപിക്കട്ടെ. രോഗത്തോടെ പോരാടുന്നവരുണ്ടെങ്കിൽ അവിടുത്തെ കരുണയും ശക്തിയും അവൻ തൊടട്ടെ. അവിടുത്തെ സൗഖ്യവും ബലവും നൽകട്ടെ. പ്രശ്നങ്ങൾ കൊണ്ട് അലഞ്ഞിരിക്കുന്ന കുടുംബങ്ങളിൽ വീണ്ടും സമാധാനവും ഐക്യവും വരട്ടെ. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. കർത്താവേ, മനുഷ്യർ അടഞ്ഞതായി കരുതുന്ന ചില വാതിലുകൾ അവിടുത്തെ സമയത്തിൽ തുറക്കുവാൻ കഴിയുമെന്ന വിശ്വാസം ഇന്ന് എല്ലാ ഹൃദയങ്ങളിലും ആമേൻ വളരട്ടെ. ഇന്നു മുതൽ ഈ ലൈവിൽ പങ്കുചേർന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശയും ഒരു പുതിയ തുടക്കവും ഉണ്ടാകട്ടെ. അവിടുത്തെ സാന്നിധ്യവും അനുഗ്രഹവും അവരോടൊപ്പം നിൽക്കട്ടെ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടെ നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടുത്തെ പുത്രനായ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Jesus. കർത്താവേ, നീയാണ് എൻ്റെ അഭയം, പ്രതിസന്ധിയിൽ എൻ്റെ ശക്തി. കർത്താവേ, നീയാണ് എൻ്റെ അഭയം, പ്രതിസന്ധിയിൽ എൻ്റെ ശക്തി. ഇരുണ്ട വഴികളിൽ ഞാൻ നടന്നാലും നിന്റെ വെളിച്ചം എന്നെ നയിക്കും. ഇരുണ്ട വഴികളിൽ ഞാൻ നടന്നാലും നിന്റെ വെളിച്ചം എന്നെ നയിക്കും. ഭയങ്ങൾ ചുറ്റും വന്നാലും നിന്റെ സാധാനം എന്നെ താങ്ങും. കണ്ണീർ നിറഞ്ഞ രാത്രികളിൽ നിന്റെ സ്നേഹം എന്നെ ചേർക്കും. തളർന്ന ഹൃദയം നീ ഉയർത്തും, നിരാശയിൽ പ്രത്യാശ തരും. നിന്റെ വചനം എന്റെ ദീപം, നിന്റെ സാന്നിധ്യം എന്റെ വഴി. എന്റെ ജീവിതം നിന്റെ കയ്യിൽ, എന്നേക്കും ഞാൻ നിന്നെ സ്തുതിക്കും. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ്
എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം ഫാമിലി. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളികളാകാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.